എല്ലാവരും തുടങ്ങാൻ ഫോട്ടോ എടുത്തില്ല, ഫോട്ടോ സെഷൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊട്ടെ കുഴപ്പമില്ല. വൈശാഖ എത്തിയില്ലേ? ഹലോ, വൈശാഖ എത്തിയാ? വൈശാഖ കേട്ടില്ലേ? സംസാരിച്ചിട്ട് ഒന്നും കേൾക്കാൻ പറ്റണില്ല. ഏയ് അതൊന്നുമില്ല, അവൻ സ്നേഹമുള്ളവനാ. ആൾക്കാരെ കാണുമ്പോ അവന്റെ സ്നേഹം. ആവി പോലെ നോക്കണ്ട സാറേ. വൈശാഖേ എന്തേ? പിന്നെ ഞങ്ങളൊക്കെ റെഡി. മുമ്പേ ഇറങ്ങി. എന്നാലും മതി, എന്നാലും മതി. നമ്മളതിനെ പോകണ്ടല്ലോ, അവിടെ വെച്ചാൽ മതി കേട്ടോ. ഇവിടെ എല്ലാരും ഒന്നും ആയിട്ടില്ല. അന്ന് ഇങ്ങോട്ട് പോലെ വൈശാഖ എവിടെ കയറി പോവാം. ഓക്കെ ഓക്കെ. നിങ്ങൾക്കൊക്കെ ആയിട്ടില്ല. ഇതൊക്കെ ഫോട്ടോ എടുക്കട്ടെ. ഫോട്ടോ സെഷൻ കഴിഞ്ഞിട്ടില്ല. രണ്ടെണ്ണം മേടിച്ചതല്ലേ? ചൂട് 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 പോയി കാണും. ഇല്ല ഇല്ല, ചൂട് അവിടെ എടുക്കുമ്പോഴും ചൂടുണ്ടാവും. ഇല്ല അല്ല ഇല്ല. ബാക്ക് സീറ്റിൽ ഒഴിവുണ്ടാവും. ബാക്ക് സീറ്റിലേക്ക് വെച്ചോ. ബാക്ക് സീറ്റിൽ അവിടില്ലേ ഇതോ വേറെ ഒന്നുമില്ല. ഞങ്ങൾ ചേർത്തോളാം. ഞങ്ങൾ ഷോ നിട്ടോട്ടെ. എന്താണ് അതെടുത്തോ? അത് അവിടെ വന്നായിരുന്നു. അത് എനിക്കോണം അവിടെ ഇങ്ങോട്ട് ഒന്ന് വെച്ചാൽ സ്റ്റെപ്പിട്ടോ. അതെ ഫ്രണ്ട്. അതിടയ്ക്ക് തിരിച്ചു വെച്ചാൽ മതി. പിന്നെ വേണ്ട വേണ്ട വേണ്ട, പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. ഞാൻ ഗേറ്റ് അടച്ചിട്ടാണ്. തെന്നി വിടാണ്ടോ? ഇങ്ങോട്ട് വിട്ടാ ഒന്നും മറന്നുപോട്ടില്ല. എനിക്ക് ആകെ ഒരു സംശയം ഉണ്ടായിരുന്ന സാറിന് വെച്ചിട്ടായിരുന്നു. അപ്പൊ ഞാൻ ഓർമ്മ നമ്മൾ ഈ കേരള വഴിക്ക് ആ മഴയൊന്നും മാറി ഇല്ലെങ്കിൽ രാത്രി ഒരു 12 ശേഷം പെയ്തിട്ടില്ല. അതെ അതെ, പക്ഷെ ഭയങ്കര അനർത്ഥൊക്കെയാണ്. എന്റെ കൂടെ ഒരു അല്ലാതെ അതല്ലേ. അല്ല സാർ, നമ്മൾ സീറ്റിന്റെ പെയിന്റ് ബസ്സാണ്. ഇത് നമ്മുടെ മെയിൻ സാധനങ്ങളാണല്ലോ. അല്ല, അത് ഇതിലൂടെ അങ്ങോട്ട് വലിച്ചെടുക്കാന്ന് തോന്നുന്നു. വലിച്ചെടുക്കാൻ പറ്റുന്നു. ഞാൻ രണ്ടുപേരും വരാനുണ്ട്. അതുകൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വൈശാഖും ഞാനും എന്നും യാത്രയാക്കാനുണ്ടാവും നമ്മളോട്. ഞാൻ ഉണ്ടാവും എപ്പോഴും യാത്രയാക്കാൻ. അതാണ് അതിന്റെ ഗോൾ. പിന്നെ നിങ്ങൾ യാത്രയാക്കാൻ കഴിഞ്ഞ ദിവസം ഞാൻ അന്വേഷിച്ചിവിടെ വന്നിരുന്നു, കണ്ടില്ലായിരുന്നു. അതെ, ഞാൻ ഉണ്ടാവും. കൊടൈക്കനാൽ
അത് കൂടെ കെട്ടിക്കോ, നമുക്ക് ഒരുമിച്ച് അതുകൊണ്ട് പോവാ. അവിടെ പോയി വന്ന പൊരിച്ചൊക്കെ വയ്ക്കാം. ഇവിടുത്തെ തണുപ്പ് പോരാ. ഏട്ടാ അതെ മെയിന പാട്ടായ അല്ല ആള് കുറവാണ് കൂട്ടി വന്നേന് വയസ്സിന്റെ വലിയ നമ്മളിപ്പോ നമ്മുടെ ഒരു ബർത്ത്ഡേ ആൾക്കാർ അടിപൊളി എങ്ങനെയുണ്ട്? അടിപൊളി. അയ്യോ ഇതെടുക്കാൻ മഴയാറ് ഞാൻ ഫോട്ടോ 8:30 എന്ന് പറഞ്ഞ ഒരു സമയമുണ്ട്. താമസിച്ച് വന്ന ആൾക്കാർക്ക് വന്ന ആൾക്കാർക്ക് പണിയുണ്ട് പണിച്ചോട്ട് നമ്മുടെ ആള് എന്റെ സുധി സുധി. സുധി കഴിക്കോ. ഓട്ടോ ഇത് ഓട്ടോ അല്ലേ എവിടെ നിൽക്കണേ? നമ്മുടെ പുളിശ്ശേരി, ഇത് ചിക്കൻ 65, അച്ചാറ്, ഇത് ചിക്കൻ റോസ്റ്റ്, ഇത് ചോറ്, ഇത് നോക്കി നിൽക്കുന്ന ആൾക്കാർ, ഇത് നോക്കി നിൽക്കണ ആൾക്കാർ. ഇതൊക്കെ വേണം തീർത്ത് മീൻ സാധനം ഇരിക്കുന്നു. മീൻകറി. അത് സ്പെഷ്യല് നമ്മുടെ സാറിന് വേണ്ടിട്ട് സ്പെഷ്യല് മേടിച്ചതാ. ഇത് കേടുത്തു. ഈ ഇത്ര ആൾക്കാരിട്ട് എവിടെ പോണെന്ന്. വെക്കട്ടെ മരിക്കും. ആകെയുള്ളത് തന്നെയല്ലേ ചിക്കൻ 55 വേണമെങ്കിൽ ചിക്കൻ അത് വിളിക്കാം. ചിക്കൻ തന്നെയാണ് മുപ്പത്തഞ്ച് കോടി കിട്ടും. 65 കോട്ടെ അക്കയില്ലേ? അത് നമ്മുടെ സാധനങ്ങളാട്ടോ. അതും എടുത്തോ പൈസ. ഓർത്തിരുന്നാ മതി. ജീവനുള്ളതാണോ ചാടുന്നത്? ഓക്കെ അല്ലേ? ആ അത് കൊണ്ടോ. അതിനകത്ത് മിക്സർ ടച്ചിങ് സ്ഥലമൊക്കെ ഉണ്ട്. ഓക്കെ അല്ലേ? മോരെടുത്ത് ഇങ്ങോട്ട് വെക്കേ. ഇച്ചിരി ചാട്ടം കുറയും. ഇവിടെ ആ വെള്ളം എടുത്ത് ഇവിടെ വെച്ചാലോ. മെയിൻ റോഡിലേക്ക് നമുക്ക് ഫയർ സ്റ്റേഷൻ അവിടെ നിന്ന് കയറാട്ടാ. ചേട്ടാ അടുത്ത റൈറ്റ്. ആ ഇത് കുളം നിറഞ്ഞില്ല. ചേട്ടാ വണ്ടി ഇവിടെ തന്നെ ചവിട്ടിക്കട്ടെ. മറ്റേ കാറ് കയറി പോരട്ടെ.
ഇത് അന്ന് അത് പോയ തോട്ടം ഇഞ്ചി കെട്ടത് മഞ്ഞളൊക്കെ നട്ടേക്കണം. കപ്പ അപ്പുറത്തെ സൈഡിലല്ലേ? ആ കപ്പ കിടക്കണം. കപ്പയൊക്കെ വലുതായി പോയി. കപ്പയുടെ ഒക്കെ കോലം മാറി. സംഭവം വളരെ നല്ല പൈസ എവിടെ എലിനെ കൊണ്ടുകളെ പാട്ടി വെച്ചിട്ട് ഇനി എലി വന്നു കഴിഞ്ഞാൽ ഇവരറിയാലേ. പക്ഷെ 6 പേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ ടൈമിൽ. നല്ല താഴത്ത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇതാണ് നിങ്ങൾ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് പോടാ ചിലവർ ഈ എല്ലും വെച്ച് വണ്ടി ഓടിച്ചിട്ടുണ്ട്. രക്ഷയില്ല. പോവുമല്ല കടത്തി വിടുപോലെ. ഇവിടെ ഇവരുടെ പോലീസ് കൊണ്ട് വരുമ്പോഴേക്കും ചായ എല്ലാവരും മാറ്റി കുടിക്കാം. ചായ കച്ചവടം നോക്കി എന്ത് തിരക്കാണ്. ബീഫ് കടയിൽ ഇവർക്ക് കൊളസ്ട്രോൾ ഇല്ലേ? ഞാൻ ഞായറാഴ്ച വരില്ല. രക്ഷയില്ല. നമുക്കാണ് ഒടുക്കത്തെ അസുഖം. ഞാൻ ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. ഞായറാഴ്ച വന്നു പണി കിട്ടും. ഞായറാഴ്ച വന്നാലേ പോട്ടെ 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 പോട്ടെ. ഈ ചേച്ചി കത്തിയൊക്കെ പോണ്ട്. കെട്ടിയോട്ട് പണി കൊടുക്കാനാണോ? കത്തിയൊക്കെ മേടിക്കണ്ട ചേച്ചി. കെട്ടിയോട്ട് പണി കൊടുക്കാനാണോ? മൂർച്ച മാറാതെ ഇപ്പൊ എന്ത് കഴിക്കുമ്പോഴും സൂക്ഷിക്കണം. അമ്പലത്തിൽ പോയപ്പോ ദൈവം നമ്മുടെ കൂട്ടുകാരെ ഓ അവള് എത്തി. സമാധാനം. ഞാൻ പറഞ്ഞു അമ്പലവേടേ ആ വഴി മൊത്തം മോശ. നമ്മുടെ കറിയൊക്കെ ചപ്പി റോഡിൽ കൂടെ പോകും. ഞാൻ കഴിഞ്ഞ ഇതിപ്പോ ഇവിടെ മുതല് തിരുവാങ്കുളം വരെ ബ്ലോക്ക് ആയിരിക്കും. 27ാമത് വൺ ഡേ ടൂറിലേക്ക് എല്ലാവർക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ ഈ ടൂറ് നടക്കുമെന്ന ഒരു സംശയം ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം നമ്മുടെ ക്ലൈമറ്റ്, മഴ, അതുപോലെ തന്നെയുള്ള സർക്കാരുകളുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഒക്കെ ഉള്ള മുന്നറിയിപ്പുകൾ, ഒരു സംശയമൊക്കെ അതിനുള്ളിൽ വന്നിരുന്നു. പക്ഷേ നമുക്കൊരു സ്വഭാവമുണ്ട്, നമ്മൾ മുന്നിലേക്ക് വെച്ച കാര്യം കാല് പിന്നിലേക്ക് വെക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് നമ്മുടെ കാലാവസ്ഥ പോലും നമുക്ക് അനുകൂലമാക്കിക്കൊണ്ട് നമ്മൾ ഇന്നത്തെ യാത്ര നമ്മുടെ മനസ്സിന്റെ ഒത്തൊരുമ പോലെ തന്നെ യാത്രകള് ആസ്വദിക്കുന്ന ഒരു ടീമുമായിട്ട് നമ്മൾ ഇന്ന് മുന്നിലേക്ക് പോവുകയാണ്. മാക്സിമം ഇന്നത്തെ ഈ യാത്ര, ഇന്നത്തെ വൺ ഡേ ടൂർ എൻജോയ് ചെയ്യാം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ യാത്ര മംഗളമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരു പാട്ട് തുടങ്ങി 27ാമത്തെ സംരംഭമായ ഘടകമാകാൻ ആയി എത്തിച്ചേർന്ന എല്ലാ മനസ്സുകൾക്കും പരിയേട് വാക്കേഴ്സിന്റെ വകയും എന്റെ വ്യക്തിപരമായ സ്വാഗതം അർപ്പിക്കുന്നു. വെരി ഗുഡ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയ്ക്കായി അനിൽ സാറിനെ ക്ഷണിച്ചു കൊള്ളും. ബിനു എന്നല്ലേ പറഞ്ഞത് നമ്മുടെ സാരഥിയുടെ പേര്? ബിനു അല്ലേ? സുധി. ഇത് നമ്മുടെ ഈ ബ്ലൂടൂത്ത് ഒന്ന് കണക്ട് ചെയ്യണോ? ഏതാണ് ബ്ലൂടൂത്തിന്റെ ഇംപെക്സ് ആണോ? ബ്ലൂടൂത്ത് PT എന്ന് വന്നിട്ടുണ്ട്. അതായിരിക്കും. ആ ബ്ലൂടൂത്തിന്റെ ഷോർട്ട് ഫോം ആണ്. അതിനായിരിക്കും നോക്കാം. എല്ലാത്തോടും കണക്കാ. പെരുമ്പാവൂർ എത്തുമ്പോ കണക്കാവും. PT 5.0 എന്നൊക്കെ പറഞ്ഞു. അതന്നെ കൊടുക്കുക. കൊടുത്തു നോക്ക്, കണക്റ്റാവണം നോക്ക്. ഇവിടെ തിരിച്ചു വരുന്ന സമയത്ത് പോകുന്നെത്തുമ്പോ കറക്റ്റ് ആവും. മൈക്ക് ചാർജ് ഉണ്ടോ നമ്മുടെ സ്പീക്കർ? അത് നിന്റെ വീട്ടിലേക്കല്ലേ പോണേ? നമുക്ക് അവിടെയല്ല ആവശ്യമുള്ളൂ. അതാണ് ഞാൻ ചാർജ് ചെയ്തിട്ടില്ല. കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പൈസാകെ
ലെങ്ത് കൂടിയോണ്ടാണോ നോക്ക് വേറെ ആരെങ്കിലും ഓണായി കിടന്ന ചിലപ്പോ വന്നിട്ടുണ്ടോ? വേറെ എല്ലാരും ബ്ലൂടൂത്ത് നോക്ക്. പ്രിയമുള്ളവരെ, നമ്മൾ ഒരു ഷോർട്ട് നോട്ടീസിലാണ്. നമ്മൾ ഈ റെയിനി സീസണിലുള്ള ഇപ്പഴാ കറക്റ്റ് ആയത്. ഒരു യാത്ര ആദ്യമായിട്ടാണ്. എന്നാൽ ഇതിലും വളരെ ശ്രദ്ധിച്ച് തന്നെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ ആരും പരിധി വിട്ട് ആർമാദിക്കരുത് എന്നുകൂടി പറഞ്ഞു. ഞാനൊരു തുടക്കത്തിലെ ഒരു ഗാനം ആലപിക്കുകയാണ്. കേൾക്കണില്ല. വരും 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 വരും. സൗണ്ട് കൂടുതലാണ്. ചുമ്മാ ബുക്കിലേക്ക് വേണ്ടിട്ട് സ്ഥലം വിൽപ്പനയ്ക്ക് 30 സെന്റ്. ഹൗളിംഗ് ഉണ്ടല്ലോ. AC വേണോ നിർബന്ധമുണ്ടോ? AC ഞാനൊക്കെ ഓഫ് ചെയ്ത് വെച്ചു. AC വെറുതെ ഓഫ് ചെയ്തേക്കണ്ടേ? എന്തിനാ പതുക്കെ ഈ ക്ലാസ് പുറത്തെ കാണാൻ കേൾക്കും. അല്ല വെറുതെ എന്തിനാ AC വർക്ക് ചെയ്യുന്നത്? അത് ഓഫ് ചെയ്തു. ഇത് ഓഫല്ല, കോട്ടിലാണ് വർക്ക്. പാട്ട് പുറത്തോ സാറേ. പാട്ടിന് എഫക്ട് ഉണ്ടാവില്ല. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലെവിടെയുമില്ലീശ്വര വിജനമായ ഭൂമിയുടെ ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലെവിടെയുമില്ലീശ്വരൻ വിജനമായ ഭൂമിയിലുമില്ലീശ്വരൻ. കലാസൗകര്യങ്ങളിൽ നിന്ന് വരാതായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്കും ഈ അവസരത്തിൽ ആശംസകൾ അറിയിക്കുകയാണ്. മനോജ് സാറിന്റെ ആ പനി പെട്ടെന്ന് ഭേദമാവട്ടെ എന്ന്. എവിടെയാണ് ഈശ്വരന്റെ കാൽപ്പാടുകൾ, മണ്ണിലൊക്കെ ഞാൻ തേടി കണ്ടില്ല. എവിടെയാണ് ഈശ്വരന്റെ സുന്ദരാനനം, പിന്നിലൊക്കെ ഞാൻ തേടി കണ്ടില്ല. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലെവിടെയുമില്ലീശ്വരൻ വിജനമായ ഭൂമിയിലുമില്ലീശ്വരൻ. കണ്ടില്ല കാനനച്ചോല തുണുങ്ങിയോടി, കാണില്ലെന്നോടിയോടി കിളികൾ പറന്നു പറന്നു പോയി. ഈശ്വരനെ ഞാൻ നടന്നു, കടലുകൾ കടന്നു തിരഞ്ഞു, അവിടെയുമില്ലെവിടെയുമില്ലീശ്വരൻ വിജനമായ ഭൂമിയിലുമില്ലീശ്വരൻ. രാത്രി വഴി കാണാൻ പറ്റില്ല. ഈ വര കാണാൻ പറ്റും, മറ്റൊന്നും വഴി കാണാൻ പറ്റില്ല. ഓപ്പോസിറ്റിന് വണ്ടി അതാ ചവിട്ടി കൊടുക്കേണ്ടത്. അവസാനത്തിലേക്കു ഹൃദയത്തിലേക്കു ഞാൻ കടന്നു, അവിടെ ഈശ്വരന്റെ വാസം, സ്നേഹമാണീശ്വരന്റെ രൂപം, സ്നേഹമാണീശ്വരന്റെ രൂപം, സ്നേഹമാണീശ്വരന്റെ രൂപം.
ഇന്നത്തെ ടൂറില് പങ്കെടുക്കാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ തരണം ചെയ്യേണ്ടി വന്നു. എങ്കിലും എല്ലാവരും പ്രതീക്ഷിച്ചതനുസരിച്ച് പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്തിൽ എനിക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട്. പിന്നെ ഞാൻ എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ മഴ കാർമേഘം കറുത്ത് കണ്ടാൽ പിന്നെ ഇറങ്ങാൻ സമ്മതിക്കില്ല. വിധി ഏതായാലും വാശിയോട് ഇറങ്ങിയിരിക്കുകയാണ്. എല്ലാവരുടെയും കൂടി എന്റർടൈൻ ചെയ്യാൻ വളരെ സന്തോഷമുണ്ട്. ഓക്കെ, നന്ദി. ജയദേവൻ സാറ് ഈ ടീമിന്റെ ലീഡറായിരിക്കേണ്ടത് ഈ ടീമിന്റെ മൊത്തം ആവശ്യമാണ്. മൊത്തം പ്രാർത്ഥന കാരണം ഇന്നലെ വൈകുന്നേരത്തെ കൂടി ഞാനും ജോണി സാറും സംസാരിച്ചേ ഉള്ളൂ. എല്ലാ സുമനസ്സുകളുടെയും പ്രാർത്ഥന കാരണം ഇന്ന് ക്ലൈമറ്റും വെതറും ഇത്രയും മാറി നിൽക്കാൻ കാരണം ഈ നമ്മളുടെ ഒരേ ഒരു പ്രാർത്ഥന മാത്രമാണ്. ജയദേവൻ സാർ ഈ ടീമിന്റെ ലീഡറായിരിക്കാനുള്ള ഒരേ ഒരു ഇത് കണ്ടാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ഇത് സത്യത്തില് നമ്മുടെ ഇപ്പോഴത്തെ ഈ അല്ല ആയിക്കോട്ടെ, നമ്മൾ ഇനി മഴ പെയ്തോട്ടെ. നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തുണ്ടല്ലോ, നിങ്ങൾ നോലത്ത് നോക്കിയേ, നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ മഴയാണെങ്കിൽ കൊടയും ചൂടി ഈ സാധനമൊക്കെ ലോഡ് ചെയ്യാൻ പറ്റുമോ? ഈ പൊട്ടെടുക്കാൻ പറ്റുമോ? ഈ സാധനമൊക്കെ കേട്ടണ്ടേ? അതൊക്കെ ഉണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് വേറൊരു സാധനമുണ്ട്. അവിടെ കൂടിയെന്ന് വെച്ചാൽ കുറെ ആൾക്കാരില്ലേ, ഉമ്മാർക്കൊക്കെ ഭ്രാന്താ. എന്നായിരിക്കും പറയാമോ? അതെ, ഈ മഴയത്തും അതൊക്കെ അപ്പൊ അതൊക്കെ ആ സമയം എന്ന് പറയുന്നത്, ആ സമയത്ത് ആ മഴയൊക്കെ മാറിപ്പോയിട്ട് കൃത്യം നമ്മുടെ ജോജി വന്നിട്ട് പറഞ്ഞിട്ട് വേണ്ട, നീയൊക്കെ എന്തിനാണ് നടക്കാൻ പറ്റുന്നത്? ഈ സാധനം വന്നിട്ടല്ലേ വേണ്ട, തീറ്റ തന്നെ തീറ്റ. ഇന്നിപ്പോ എല്ലാവർക്കും പാട്ട് പാടാനുള്ള അവസരം ഉണ്ട് കേട്ടോ. എല്ലാവരും പാടണം, എല്ലാവരും പാടണം, എല്ലാവരും പാടണം. ഏത് പാട്ട് വേണം അതൊക്കെ പാടിക്കോളണം. പാടാനായിട്ട് ഇവിടെ പാടാൻ നമുക്ക് ഏത് സൈസ് തെരുവാണ് ഞങ്ങൾ ഏത് പാട്ട് വേണമെങ്കിൽ പാടാം. നമ്മളുടെ ഈ ടീമിലും കൂടെ നടന്ന് പാട്ട് പഠിച്ച ഒരു പാട്ടുകാരുണ്ടായിരുന്നു, ശ്രീ. ശ്രീ പാട്ട് ആദ്യം ട്രിപ്പിൽ വന്ന സമയത്ത്, ഞാൻ ഫസ്റ്റ് സെക്കൻഡ് ട്രിപ്പിൽ വന്ന സമയത്ത് പുള്ളി പാട്ട് പറയായിരുന്നു. ഞാനൊരു ഇത് പറയില്ല. പക്ഷെ പുള്ളി നമ്മളുടെ ഓരോരുത്തരെ, പ്രത്യേകിച്ച് അനിൽ സാറിന്റെ ഗൈഡൻസും, എങ്ങനെ ചെയ്യണം, എങ്ങനെ സംഗതി ഇടണം, എങ്ങനെ കരോക്കെ ചെയ്യണം, എപ്പോ പാടണം, എപ്പോ നിർത്തണം എന്നുള്ള കണ്ടിന്യൂസ് ട്രെയിനിങ് കാരണം അവസാനമായപ്പോഴേക്കും പുള്ളി ഏകദേശം ഒരു നല്ലൊരു പാട്ടിലേക്ക് മാറിയിരുന്നു. അത്യാവശ്യം മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടിലേക്ക് എത്തിയിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പുള്ളി ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മളുടെ ടീമില് വരാനില്ല. അത് അങ്ങനെ തന്നെയാണത്. ഈ നമ്മള് ഈ പണിയൊക്കെ പഠിപ്പിച്ച് കഴിയുമ്പോഴേക്കാണ് എന്ന് പറഞ്ഞ മാതിരി. അതന്നെ ഈ പുള്ളിക്കാരൻ കരാക്കയിലെ പാട്ട് പഠിച്ചത് നമ്മൾ ഇവിടെ വന്ന് അങ്ങനെ ഇവിടെ വന്ന പാടിയാണ് പുള്ളി കരാക്കെ പാട്ട് പാടാൻ തന്നെ. ആ പാട്ട് പാടാൻ ആർക്കും ആദ്യമായിട്ടൊരു കഴിവുണ്ടായിരിക്കില്ല. അത് നമ്മൾ ആൾക്കാരെ മോട്ടിവേഷൻ കൊടുത്ത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആൾക്കാരുടെ പ്രത്യേക ട്രെയിനിങ്ങും, ഏത് സമയത്ത് പാടണം, ഏത് സമയത്ത് നിർത്തണം, ഏത് സമയത്ത് പോസ് കൊടുക്കണം എന്നുള്ളത്. അത് കാരണം പുള്ളി ഏകദേശം ഒരു വലിയ കാര്യം എന്ന് പറയില്ല, പക്ഷെ എന്നാലും ആ പാടാൻ അതന്നെ ആ ഒരു ലെവലിലേക്ക് പുള്ളി എത്തിയിട്ടുണ്ട്. അപ്പൊ അതിന് നമ്മുടെ മലയാള വാക്കേഴ്സിന്റെ വക സാറിന് ഒരു പ്രത്യേക താങ്ക് യു. അങ്ങനെ പണിയൊക്കെ അതെ, അങ്ങനെ പണിയെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും സ്വന്തമായിട്ട് ട്രൂപ്പ് തുടങ്ങി. പാട്ടുമായിരിക്കും. ഓക്കെ, അനിൽ സാറിന്റെ ഒരു പാട്ട് കൂടി. അല്ല, അതില് വേറൊരു കാര്യം കൂടി ഉണ്ട്. അങ്ങനത്തെ നമ്മൾ കല്യാണം ആലോചിച്ചു ഏറ്റവും പറ്റിയ അബദ്ധം അതായിരുന്നു. പുള്ളി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായില്ലേ. അടുത്ത ഗാനമാണ് വൈശാഖ് അനദർ മെമ്പർ ആദ്യമായിട്ട് പാട്ട് പാടിയത് നമ്മളുടെ കൂട്ടത്തില്, നമ്മളെ ട്രൂപ്പില് പോകുന്ന സമയത്താണ്. അത് വൈശാഖ് അനൗൺസ് ചെയ്തിരുന്നു. അത് ഇതുവരെ പാടിയിട്ടില്ല, ആദ്യമായിട്ട് പാടിയതാണ്. അതും നമുക്കൊരു നമ്മുടെ തൊപ്പിയിലൊരു പണ്ടുപോലാണ്. ഇപ്പൊ വൈശാഖ് ഏകദേശം നല്ലൊരു പാട്ടുകാരനായി മാറിയിട്ടുണ്ട്.
വൈശാഖിന് കിട്ടുന്ന ഒരു പ്ലസ് പോയിന്റ് എന്താ പറയുമ്പോ വൈശാഖിന്റെ മോളാണ്. വൈശാഖിന്റെ മോളാണ്. വൈശാഖിന്റെ മോളാണ് വൈശാഖിന്റെ എനർജി. അതിനാണ് വൈശാഖ് ഒരു എബോ ആവറേജ് പാട്ടുകാരനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു ഗാനം ആസ്വദിക്കാം. വൈശാഖ് എല്ലാവർക്കും പാട്ട് കാണാനുള്ള അവസരമുണ്ട്. സൗണ്ട് ഒരു പാട്ട് പാടും. അതിൽ പിന്നെ റെക്കോർഡ് അതിന് നല്ല നല്ല തുണിയില്ലാത്ത ഡാൻസ് വെക്കുക. തണുപ്പായാണ് തുണി കൊടുത്തതല്ല. അതൊക്കെ വെക്കണ്ട. വീഡിയോ വർക്കായിരുന്നു കേട്ടോ. അത് ഡാൻസ് ഒരു മധുരൂടമുള്ള പൂവിരിഞ്ഞു അതിരാതിരമാശകളൊരു പൊൻകലമേ വണ്ടു ഞാൻ ഒരു മധുരത്തിനാവിൻ ലഹരി കൂടമുള്ള പൂവിരിഞ്ഞു കട്ടായതാ ഓഫായിട്ടുണ്ടോ നോക്ക്. പാട്ട് വെച്ചപ്പോ കട്ട് ഓഫ് ആയി. ഹലോ ബ്ലൂടൂത്ത് നോക്കിയാ കണക്ട് ചെയ്തു ഡിസ്കണക്ഷൻ ആയിട്ടല്ലോ. ഒരു മധുരത്തിനാവിലെങ്ങോ കൂടമുള്ള പൂവിരിഞ്ഞു അതിനായിരമാശകളാലൊരു പൊൻകലമേ തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ ഒരു മധുരത്തിനാവിൻ ലഹരിയിലെങ്ങോ കൂടമുള്ള പൂവിരിഞ്ഞു അതിലായിരമാശകളാലൊരു പൊൻമലരേ വണ്ടു ഞാൻ അലരേ വണ്ടു ഞാൻ ജലശേഖരം നയനമൃത ശിശിരാമൃതം തിരിമണിയിൽ ചെറുകിളികൾ മേഘനീലമൊഴുകി വരൂ പൂഞ്ചുരുൾ ചായൽ എന്തൊരുന്മാദം എന്തൊരാവേശം ഒന്നാവുവാൻ അഴകേ ഒന്നാവുവാൻ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കൂടമുല്ല
പൂവിരിഞ്ഞു അതിലായിരമാശകളാലൊരു പൊൻവലമേ തേൻ വണ്ടു ഞാൻ മലരേ തേൻ വണ്ടു ഞാൻ കളവ നദികളൊഴുകുന്നതോ കനകനിധികളുതിരുന്നതോ പനിമഴയോ പുലരൊളിയോ കാലവേദമൊഴുകിയൊരേ കാവ്യസംഗീതം കന്നിതാരുണ്യം സ്വപ്നത്തെ ചിഹ്നം അതിൽ വീഴും തേൻ വണ്ടു ഞാൻ നനയും തേൻ വണ്ടു ഞാൻ നമ്മള് പണ്ട് ചായ കുടിച്ച സ്ഥലത്ത് കേട്ടോ. പണ്ട് ചായ കുടിച്ച സ്ഥലത്ത് ഞാന് ഇവിടെ പണിക്ക് വരുന്നില്ലേ? ഇവിടെ ഒരു കാര്യം അനൗൺസ് ചെയ്യാനുണ്ട്. ഇവിടെ ഞാൻ വന്ന് ശ്രദ്ധിക്കുമ്പോൾ ഓരോ കാസറോളിന്റെ പുറത്തും ചപ്പാത്തി ഹോട്ട്, ഇവിടെ നമ്മള് ബീഫ് ഫ്രൈ ഹോട്ട്, പിന്നെന്താണ് ഗ്ലാസ് സാർ ഹോട്ട് ഗ്ലാസ് വിത്ത് കെയർ. ഞാൻ പറയുന്നത് ഇതൊരു കോർഡിനേറ്റർ ഓഫ് കിങ്സ് എന്ന് വേണ്ട, കിങ്സ് ഓഫ് കോർഡിനേറ്റർ എന്ന് പറയാം നമുക്ക്. ഒരു മണിക്കൂർ നേരത്തെ ചെയ്തിട്ടുള്ള പരിപാടി. അതെ, ഭയങ്കര പരിപാടിയാണ്. അതെന്താണെന്നറിയാമോ? ഒരു സംഘാടക കേസരി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. A to Z സാധനങ്ങൾ ഞാൻ പറഞ്ഞു തീർക്കട്ടെ. A to Z സാധനങ്ങൾ, മുട്ടുസൂർജി മുതലേ ഉപ്പ് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ ഈ മനുഷ്യൻ ഇന്നലെ തുടങ്ങി മിനിഞ്ഞാന്ന് തുടങ്ങിയുള്ള ഇങ്ങനെ ഒരു കോർഡിനേറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെ ഒരു ബോസിനെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ തന്നെ ഒരു ഭാഗ്യമായിട്ട് കരുതിയാൽ മതി. സൗഭാഗ്യമാണ്, സൗഭാഗ്യം. അത് ഞങ്ങൾ അങ്ങനെ ഒരു സംഘാടക കേസരി എന്നുള്ള ഒരു പദവി കൂടി ഈ ടൂറിൽ നമ്മൾ ചാർത്തി കൊടുക്കണം. കേട്ടോ അതിലേ ആണോ ടൈം ടെസ്റ്റ് ഒന്നും അല്ലല്ലോ അല്ലേ? ഓക്കെ ഓണാക്കി ഓക്കെ ഓക്കെ ആശിപ്പിച്ചു അത്. ആ ഓക്കെ. ഹലോ അനില്, ആദ്യമായിട്ട് അനില് പറഞ്ഞ വാക്കുകൾക്ക് വലിയാട് വാക്കേഴ്സിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഈ കോർഡിനേഷൻ അത് ഞാൻ ഈ വലിയാട്ടില് വന്നതിന് ശേഷം തുടങ്ങിയതല്ല. ഇത് നേരത്തെ മുതലേ പണ്ട് മുതലേ ഉള്ളതാ. കാരണം സർവീസിലുള്ള സമയത്ത് പോലും എല്ലാവരും പുറകിലേക്ക് വലിയുമ്പോഴേക്കും മുന്നിട്ടിറങ്ങും. അത് എന്ത് പരിപാടിക്കാണെങ്കിലും അതിനുശേഷം സർവീസിൽ നിന്ന് പോകുന്നതിന് ശേഷവും പിന്നിൽ നിൽക്കുന്ന സ്വഭാവമില്ല. ആരും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നിലേക്ക് വരും. കാരണം ആൾക്കാരില്ലാത്തതിന്റെ പേരിൽ ആ ഒരു പ്രസ്ഥാനം നിന്ന് പോകരുത്. അപ്പൊ പാടില്ല. അതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ തുടങ്ങി വെച്ചതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ടൂറിനും ഓരോ സെപ്പറേറ്റ് ലിസ്റ്റ് വരെ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പൊ ഡ്യൂട്ടിക്ക് പോകുമ്പോ തന്നെ ആണെങ്കിലും ഒരു ലിസ്റ്റ് ഉണ്ട്. ഏത് ഡ്യൂട്ടിക്ക് പോകാൻ ലിസ്റ്റ് അനുസരിച്ചാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഒരു പരിപാടിക്ക് പോകുമ്പോഴേക്കും എന്തൊക്കെയാണ് സാധനങ്ങൾ, ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് ഓർത്താണ് നമ്മൾ മേടിച്ചിങ്ങനെ വെക്കുന്നത്. പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണ് ഞാൻ ഇന്നലെയും പറഞ്ഞത്. നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ഈ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഒരുമിച്ചൊരു ടീമായിട്ട് പോയി ഈ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുക, അങ്ങനെ കിട്ടുന്ന സന്തോഷം, അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് ഞാൻ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും എപ്പോഴും മുന്നിട്ട് ഇറങ്ങുന്നൊരു, അപ്പൊ എല്ലാ ആൾക്കാർക്കും ചിലപ്പോ എന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ല. അതെ. അപ്പൊ എല്ലാ ആൾക്കാർക്കും ചിലപ്പോ അത് പക്ഷെ ഈ ഒരു സ്വഭാവം ആയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷെ ഇപ്പൊ എന്റെ വീട്ടിലിപ്പോ എന്റെ വൈഫ് ഇതിനോടൊന്നും താല്പര്യമുള്ള ആളൊന്നുമല്ല. പക്ഷെ ഇല്ലെങ്കിൽ പോലും ഞാൻ ചെയ്യും. ഇപ്പൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നത് അനീത്യ. അവളോട് പറഞ്ഞാൽ അവള് വളരെ ഇൻട്രസ്റ്റീവ് ആയിട്ട് ഈ കാര്യങ്ങൾ ചെയ്തു തരും. അത് 5 മണിക്ക് ഞാൻ ഇരുമ്പോ തന്നെ അവളവിടെ 5 മണിക്ക് ലൈറ്റ് ഇട്ട് നാളെ തുടങ്ങിയതാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്ത് പോകാൻ കഴിയുന്നത്. അപ്പൊ ഓക്കെ, താങ്ക് യു.
വളരാൻ നേരം കണ്ണായിരം വേണം വാലിട്ടു കണ്ണെഴുതി കിളിപ്പാട്ടു കൊഞ്ചേണം. മഴവിൽ കോടിയാലെ പാവാടയേകിടാം പൊന്നായ പൊന്നു കൊണ്ടു മൂടാം. മഴവിൽ കോടിയാലെ പാവാടയേകിടാം പൊന്നായ പൊന്നു കൊണ്ട് മൂടി മൂടി ഓമനിക്കാം പാൽക്കടവിൽ കരയാതെ ആകാശമേടയിൽ നീ മാൻപേടയായുയർന്ന തിങ്കൾ കൊതുമ്പുമായി വരും. ആകാശമേടയിൽ നീ മാൻപേടയായുയർന്ന അതിന്റെ താഴത്തുണ്ടത് മന്നത് അടിയിടി അടിയിലുണ്ട്. മുഴുവൻ പാടിയിട്ട് പോയാ മതി. കൈവളരാൻ നേരം പദമായിരം വേണം മെയ് വളരാൻ നേരം കണ്ണായിരം വേണം വാലിട്ടു പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോകണം. നേരെ വണ്ടി പിന്നെ വന്നിട്ട് വണ്ടി കയറി പാതിരാത്രി വരെ കാണും. 4 മണിയാകുമ്പോ ഊണ് കഴിക്കാൻ വന്നാൽ പിന്നെ എവിടെ നിന്നാണ് ഈ സാധനം ചെയ്യാൻ രാത്രി അതെ രാത്രി 12 മണിക്കാണ് കയറി വന്നത്. പിന്നെ 2 മണിക്കൂർ കുളിയാണ്. ഒന്നും സമയം കിട്ടാത്തതുകൊണ്ടാണ് സമയം കിട്ടാറില്ല. അതെ. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, ഒരു 50 തവണയെങ്കിലും ഒരു പാട്ട് പാടി നോക്കണം, എന്നിട്ട് പാടാം. അല്ലെങ്കിൽ സാധനം കിട്ടില്ല. കിട്ടില്ല സാധനം വരണമെന്നുണ്ടെങ്കിൽ പാട്ടുകളൊക്കെ അറിയാം. അല്ല, ഇത് ഈ പാട്ട് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്.
നല്ല പാട്ടാണ്. പഴയ പടത്തിലെ പാട്ടാണോ അത്? നല്ല പാട്ട് നന്നായിട്ട് പാടി വന്നു. അതില് ഒരു കുഴപ്പമില്ല, അത് കൃത്യമായിട്ട് അത് കാണിക്കുകയും ചെയ്തായിരുന്നു. അത് നിർത്തിക്കളഞ്ഞ നമുക്ക് പാടി പഠിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇറങ്ങുന്നതിന് മുമ്പേനെ. ഓക്കെ, ഇത് ഇന്നലെ തൈ കിട്ടിയപ്പോ നോക്കിയതാ ഓട്ടത്തിനടക്ക്. പിന്നെ നമ്മുടെ കയ്യില് ഒരു 20 ചോടി ചപ്പാത്തി ഇരിക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്ത ഒരു ഇടവേള എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയിൽ പോയി ഒരു ചപ്പാത്തി വെച്ച് ഒരു ഇത്തിരി കറി തിരക്കി കടിക്കാം, ഒരു ചായ കുടിക്കാം. എവിടെ എവിടെ? ആ എന്നാ ശരി. എന്താ പറഞ്ഞു? കുഴപ്പമില്ലല്ലോ. ഓക്കെ, അടുത്ത റൈറ്റ് ആട്ടോ. ഇവിടെ ഒരു പള്ളി ഉണ്ടല്ലോ. അല്ല പോട്ടെ പോട്ടെ. അവിടെ സൈഡ് ഒതുക്കാനുണ്ടെന്നേ. അവിടെ പള്ളിയല്ലെന്നേ. അവിടെ ഒതുക്കി കഴിക്കാതെ നമുക്ക്. പള്ളി ഇല്ലെങ്കിൽ പള്ളി നമുക്ക് കുറെ പണിയോടാ. ഈ അടുത്ത റൈറ്റ് ആട്ടോ. അവിടെ പോയി കഴിച്ചിട്ട് അപ്പൊ തന്നെ ഇറങ്ങി പോവാം. മനസ്സിലായോ? അവിടെ പാട്ട് വെച്ചോ, പാട്ട് എന്നിട്ട് പാടാം. ഈ റൈറ്റ് ഈ റൈറ്റ് ആണോ? അവര് 100 മീറ്റർ ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ. കോഴി മാർക്കറ്റ്, നാടൻ കോഴികൾ. തോട്ടത്തിലോട്ടല്ലേ പോണം. അവിടെ പോയിട്ട് കഴിക്കാലോ. നിന്റെ തോട്ടാണോ? അല്ല, നമ്മള് ഭക്ഷണം കഴിക്കാതെ ചപ്പാത്തി കഴിച്ചപ്പോൾ കുടിക്കോ? അടിച്ചാ താങ്കളുടെ ഉറങ്ങാനല്ല. മഞ്ഞളുടെ ഇളവായ ബന്ദി കെട്ടുണ്ട്. ബന്ദി പിന്നെ മുളക് തൈ കെട്ടുണ്ട്. മുളക് ഇതൊക്കെ ഒരു 2 മാസം 1.5 മാസം കൊണ്ട് എല്ലാം ചെടിക്കോ. എല്ലാം കപ്പയുണ്ട്. ഒരു 25 കിലോ വെച്ച കപ്പ കിട്ടും. കിട്ടിയാ കിട്ടി. ഇത് മദ്യക്കുപ്പിയൊക്കെ ആൾക്കാർ ഇങ്ങോട്ട് വെച്ചിട്ടാണ്. അറിഞ്ഞൂടല്ലേ? പണി കഴിഞ്ഞാ കുപ്പി നല്ലതാണ്ട. നല്ല ഷേപ്പുള്ള കുപ്പിയാണല്ലോ. ഇത് മഞ്ഞളാണല്ലേ? ഇത് മഞ്ഞള, അത് ഇഞ്ചി. അതേ സൈഡ് മണിക്കാണ് നടന്നു പോവാ. ആ വരിപ്പ അത് കോൺക്രീറ്റ് കിട്ടിയ തൊട്ടപ്പുറത്ത് അമ്പലമാണ്. പിന്നെ മോശം മോശം മോശം. വാ വാ വാ. അപ്പൊ ഓക്കെ അല്ലേ? സാറേ 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 കൊടുത്തോ, സർട്ടിഫിക്കറ്റ് കൊടുത്തോ. വാ വാ വാ. ഇത് ഒന്നുമില്ലാതെ കഴിക്കാട്ടോ. എനിക്ക് പ്ലേറ്റ് വേണമെന്നില്ല, ഒരു ചപ്പാത്തിക്ക് തന്നാൽ മതി. പിന്നെ എങ്ങനെ കറി ഇതെടുക്കാനല്ല ഇത് ഇങ്ങനെ തന്നെ വിടർത്താം. കീറണ്ട. ഇതൊന്നും പിടിച്ച നിങ്ങൾക്ക് എന്ത് കറിയുണ്ട്? എന്ത് കറിയാ വേണ്ടേ? ഏതെടുക്കാനോ? ചിക്കൻ ഏതാ? ഈ ചിക്കനാണോ? തുടച്ച് സ്പൂൺ തുടങ്ങി. കറി എന്താ വെച്ചെടുക്ക്. ശശിക്ക് എന്താ വേണ്ട ചോറുണ്ട്. മീൻകറി കൊടുക്കാം, അല്ലെങ്കിൽ മീൻകറി ഉണ്ട് ശശിക്ക്. ചോറിനെടുത്താ മതി. അത് പിന്നെ അത് വേറെ കയ്യിലെടുക്കാനാ. ഇതാരേ കഴിച്ചോ? ഇതെന്താണ്? ചിക്കനാണ്. ചിക്കൻ വേറെ കയ്യിലെടുക്കാം.
ഒരു സ്പൂൺ വേണം. പുള്ളിക്ക് ഒരു ഇത് കൊടുക്കാൻ ഒരു സ്പൂണായിരുന്നു. ടിഷ്യൂ പേപ്പർ കുറച്ചോ തുടക്കി ഇത് തുറക്കാൻ പറ്റില്ല. ഇല്ല നമ്മള് ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കി. അതെ അതെ, ഇപ്പഴാണ് ശരിയായത്. സൂപ്പറും ഒന്ന് ശരിക്കും ഒന്ന് സാറിനാണ് ചെറുപ്പക്കാർക്ക് യങ്ങസ്റ്റ് ഓൾഡസ്റ്റ് ആണല്ലോ എന്റെ നമ്മുടെ ഗ്രൂപ്പിലെ ഏറ്റവും യങ്ങസ്റ്റ് അല്ലേ? എല്ലാവർക്കും കാലൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അതിപ്പോ എങ്ങായി ഒരെണ്ണടിച്ചപ്പോഴേ നമ്മളാളെ എങ്ങായി. അതല്ലേ ഞാൻ പറഞ്ഞ ഫൗണ്ടേഷൻ സ്ട്രോങ് ആകണമെന്ന്. എല്ലാത്തിനും ശരിയാട്ടോ, ശരിയാ. നമ്മളാ മേടിച്ച കാറ്ററിംഗിന്റെ സൂപ്പർ. നമുക്ക് വിശ്വസിച്ച് കഴിക്കാതെ, കാരണം അവൻ ഈ ലോട്ടായിട്ടുള്ള നമ്മള് കുറച്ച് ഭക്ഷണത്തിൽ അവൻ ഉണ്ടാക്കണല്ലോ. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള വീട്ടിലുണ്ടാക്കണല്ലേ, പെണ്ണുങ്ങളൊക്കെ ഉണ്ടാക്കണ. കാരണം ആ ചൂട് കണ്ട ഇപ്പോഴും നല്ല ഇല്ലേ? വണ്ടി വിട്ട് പോകല്ലോ. നമ്മൾ എവിടെ പോയാലും ഒരു പട്ടി വരാറുള്ളതാ. ഇതിപ്പോ കൊടുക്കാൻ പട്ടിയില്ല. പിന്നെ തീർച്ചയായിട്ടും ഞാൻ അമ്പലത്തിനോട് പോയി മൂത്രമൊഴിച്ച് അറിഞ്ഞില്ല. അമ്പലമൊന്നും പിന്നെ അവിടെ പോയി വഴിപാടാൻ പോയതാ. നമ്മള് കൂടെ കൊണ്ട് നടക്കുന്ന ആളാണ്. പിന്നെ പട്ടി നിന്നാണെങ്കിൽ പൊടിച്ചാണെങ്കിൽ ഇവിടെ ഇരിക്കട്ടെ. സൂപ്പർ താരോട്ടാ, വെറൈറ്റിയാ. മാങ്ങ കൊടുത്തുപോയി, പച്ചമാങ്ങ ഉദ്ദേശിച്ചത്. മുളക് അടിച്ചിട്ട് നല്ല എരിവ്. തീർച്ചയായിട്ടും അല്ല ഞാനിത് പറയില്ല. ബാക്കിയൊക്കെ അടച്ചോ. ഞാനും കടിച്ചിട്ട് പോകുന്നത്. മറ്റേ ഞാൻ നമ്മളിത് പ്ലാൻ ചെയ്യുമ്പോ സാറിനോട് പറയണത് കുറച്ച് മതി, നമുക്ക് അതിന്റെ ഇതറിയാം. എന്താണ് അതിന്റെ വില അറിയുന്നവർ അല്ലാത്തവരുണ്ടല്ലോ, കളിയൊക്കെ നമ്മളെ. ഞാൻ എപ്പോഴും പറയും, ഞാനൊക്കെ ഉണ്ടല്ലോ ശരിക്കും നല്ല ദാരിദ്ര്യത്തിൽ വളർന്നാണ്. അതുകൊണ്ടുണ്ടല്ലോ ഭക്ഷണത്തിന്റെ വില എനിക്കറിയാം, വിശപ്പിന്റെ വില അറിയാം. അതുകൊണ്ടുണ്ടല്ലോ വീട്ടിൽ ഞാൻ പൈസ കൊടുത്താ, അതായത് കേട്ടതറേ കേട്ടതറേ ഭക്ഷണത്തിന്റെ ഒരു അരി പോലും ചേട്ടാ ഈ ബക്കറ്റ് വെള്ളം കൊടുക്കണം. നിങ്ങൾക്ക് പറഞ്ഞു ശ്രദ്ധിക്കില്ല. സാറേ കേൾക്കണ്ടോ? അരി മേടിച്ചു വന്നപ്പോഴേക്കും ബാഗിന്ന് കുറച്ച് അരി താഴ്ത്തു പോയി. നമ്മളാരും മൈൻഡ് ചെയ്യില്ല. പക്ഷെ ഞാൻ ആ അരി തരുമ്പോ നമുക്ക് എടുക്കേണ്ട എടുത്തിട്ട് ബാക്കി ഞാൻ കൊണ്ട് സൂക്ഷിച്ചു വെച്ചു. എന്തിനാന്നറിയാമോ? ഉറുമ്പുകളും കൊണ്ടുപോകും. ഞാൻ ആ സൈഡിൽ കൊണ്ടിട്ടു, ഉറുമ്പുകൾ ഭക്ഷിക്കും അത്. കാരണം നമ്മൾ ഇത്രയ്ക്ക് ലാവിഷായിട്ട് നടക്കുമ്പോഴേക്കും ഒരു അരി കിട്ടിയാൽ ഒരു ഉറുമ്പിന് ധാരാളം. ഒന്ന് ഓർത്തു നോക്കാം. ഒരു കഷ്ണം ബ്രെഡിന്റെ ഒരു കഷ്ണം, ഒരു റസ്കിന്റെ കഷ്ണം ഒരു അണ്ണാന് ധാരാളം. അണ്ണാൻ എന്റെ അടുത്ത് ഒന്ന് ഭക്ഷണം കഴിച്ചു കണ്ടല്ലേ? എന്റെ അടുത്തുണ്ട് ധാരാളം. അവൻ ഞാൻ വിളിച്ചാ വരും. സ്മോൾ കൊടുത്താ ഇല്ലില്ല ഷിൻഡോ പന്നി പക്ഷേ വീറുണ്ടാ ഇതില്ലേ കൂളറില്ലേ, ഷവറിനടിക്ക് സിൻഡോറിനടിക്ക്. സിൻഡോയ്ക്കും പിന്നെ നമ്മുടെ എൽജിക്കും വേണ്ടി കൈ കഴുകിയിട്ടേ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും അടിക്കാം കേട്ടാ. 3 ബിയറുണ്ട്, അടിച്ചു തീർത്തോളം. അതെ, ഇപ്പൊ ഇല്ലെങ്കിൽ എന്ത് വരും അറിയാമോ? ഈ ഭക്ഷണമൊക്കെ വേസ്റ്റ് ആവും. അതെ അതെ, ഇതുണ്ടല്ലോ
ഈ സാധനം വേസ്റ്റ് ആവും. ഈ സാധനം ഒരു കാരണവശാലും സാധനം വേസ്റ്റ് ആക്കാൻ പറ്റരുത്, പാടില്ല. ഒരു ഭക്ഷണം വേസ്റ്റ് ആക്കരുത്. നമ്മളെ കൊണ്ട് കഴിക്കാൻ പറ്റും നമ്മൾ കഴിക്കുക. എന്റെ ഒരേ ഒരു പോളിസിയാണ്. ആ ഞാൻ സമ്മതിക്കില്ല സാറേ. ആവി പറക്കണ ചൂടാണ് കേട്ടോ. നമുക്ക് തിന്നാൻ പറ്റുന്ന നമുക്ക് തിന്നാം, പട്ടിയും പൂച്ച തിന്നാൻ പറ്റുന്ന അവർക്ക് കൊടുക്കാം, പക്ഷികൾ തിന്നാൻ പറ്റുന്നുണ്ട്, ഉറുമ്പുകൾ തിന്നാൻ പറ്റുന്നുണ്ട്. അതുങ്ങളും തിന്നാൻ കഴിഞ്ഞിട്ട് പറ്റാത്തത് നമുക്ക് വേസ്റ്റിൽ കൊണ്ടിടാം. ബയോഗ്യാസിൽ ഒരു സാധനം ഭക്ഷണം വേസ്റ്റ് ആക്കാൻ പറ്റില്ല. ഞാൻ ഒരു മണി അരി പോലും ഞാൻ വേസ്റ്റ് ആക്കുന്നില്ല. കാരണം ഞാൻ ഇപ്പോഴും ഒരു കുഴപ്പമില്ല പറയും. ഇത് നേരത്തെ പറയാൻ പറ്റില്ല. സ്റ്റാൻഡേർഡ് പേര് ഓക്കെ ഓക്കെ. അല്ല ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ കേക്ക പറഞ്ഞ സ്നേഹം കൊണ്ടുണ്ട പേരണ്ട, സ്നേഹം കൊണ്ട് പറഞ്ഞേനെ, വേറെ ഒന്നും വിചാരിക്കരുത്. എനിക്ക് സ്നേഹം കൊണ്ട് പറയുകയാണ്, ഞാനിന്ന് ഇതിനകത്ത് ഉൾപ്പെടാൻ വേണ്ടി അരി പൊടിപ്പിച്ച് വറപ്പിച്ച് പൊടിച്ചതിന് ശേഷം വറപ്പിച്ച് ഗോതമ്പ് പൊടിപ്പിച്ച് അത് വീട്ടിൽ കൊണ്ടാക്കി ചിക്കൻ ഇന്നലെ കറി വെച്ചു ഡിസ്ക്ലോസ് ചെയ്യണമെങ്കിലുണ്ടല്ലോ ഈ മാക്കിൻടോഷ് അടിക്കണം. അല്ലാതെ എത്ര എഫർട്ട് എടുത്തിട്ടാണ് സാറ് വന്നത് ഓർക്കണം. ഇതേ എഫർട്ട് എല്ലാവരും എടുത്തിട്ടുണ്ട്. ശമിച്ചിരിക്കുകയാണ് ഈ മുറുക്കൻ. എവിടെയെങ്കിലും പോയാൽ അത് നമ്മൾ നോക്കണോട്ടോ, വളരെ കെയർ ആയിട്ടുള്ള എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ പ്രായം പോലൊക്കെ തന്നെ. വീട്ടിൽ കറിയാ പറയുന്നത്. വീട്ടില് അങ്ങനെയൊക്കെ പറയൂലോ. അതെ, നമുക്ക് ഒരു ഇടയിലോ. എന്നെ 60 വയസ്സ് കഴിഞ്ഞതിന് ശേഷം നീ എന്നെ ഓർഡർ ചെയ്തിരിക്കാം. പിന്നെ അല്ലാതെ നിങ്ങൾക്ക് ഇതുവല്ലോ അറിയാവോ? ഞാനിപ്പോ ബ്രഹ്മചാരി. നമ്മുടെ ഒരു സുപ്രീം അതോറിറ്റി ഉണ്ട്, എല്ലാവരുടെയും അത് കഴിഞ്ഞുള്ളൂ. എല്ലാരും ഫോട്ടോ എടുക്ക് സാറേ, ഫോട്ടോ എടുക്ക്. എല്ലാരും കൂടെ ഉള്ള ഒരു ഫോട്ടോ, ഒരു സെൽഫി എടുത്തോ. എന്റെ തല മുട്ടൂല.
ഈ ക്യാമറ ആ. മുകളിലെ നീ കയ്യിൽ നിന്ന് പിടിക്കണം. അവിടെ ഉണ്ടല്ലേ അവിടെ നീ നിൽക്കണ പോകുന്നുള്ളൂ. ഇവിടെ 15 ആന നിരന്നിട്ട് കാണാൻ അത് കൊള്ളാം അത് കൊള്ളാം. വന്നൊരു ടീമില്ല കേട്ടോ. ഇത്രയ്ക്ക് പ്രിപ്പയറായിട്ട് വന്നിട്ടൊരു ടീമില്ല. അത് പറയാൻ സാറിന്റെ അല്ല ഒന്ന് ഓർത്ത് വയ്ക്കാൻ ആരും ഈ കൊടയൊക്കെ പിടിച്ചിട്ട് നടക്കാൻ പറ്റില്ലല്ലോ. പാട്ട് കേട്ടാ ഗോപിക്കേ ഹൃദയമൊരു ചങ്കുപോലെ സാഗരം ഉരുകി നിന്റെ കരളിൽ ഗോപിക്കേ ഹൃദയമൊരു തീരുമാനം ഇനി ഇത് വേണ്ട ഓടാ ഈ പൂർവ്വഴിക്കട വന്നാ വഴിയേറാത്ത അപ്പുറത്തേക്കൂടെ പോയ വഴി അവിടുത്തെ ലെഫ്റ്റാ പോയി ആ വഴി ഇപ്പുറത്തെ വഴിക്കട കയറി ഇതാണ് വയ്യാലം ആണ് നിങ്ങൾ ഏതോ വിഭാതം പാടും സോപാനഗാനം പോലെ ഗന്ധർവഹൃദയം മീട്ടും ഹിന്ദോളരാഗം പോലെ ആർദ്രമായി ഒരു പൂർണ്ണ ചന്ദ്രോദയം കടലിന്റെ അലമാലയെ ഉണരുന്ന പോലെ ഗോപിക്കേ ഹൃദയമൊരു നമുക്ക് ആ വീട് അവിടെ അകത്ത് വെച്ചിട്ടല്ല കുറച്ചു നേരം കഴിച്ചിട്ടാ പോണെങ്കിൽ റോഡ് സൈഡിൽ വന്നാ അപ്പുറത്താക്കാൻ പറ്റില്ലേ ഗേറ്റ് അടച്ചിട്ടില്ലെങ്കിൽ ഇവിടെ കഴിച്ചിടാം കേൾക്കാൻ പറ്റില്ല ഒന്നുകൊണ്ടല്ല കേൾക്കാൻ പറ്റും മൈക്കിന് തെറ്റി കേൾക്കണില്ലേ ഈ പാടം കഴിഞ്ഞാൽ തുറന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് വെച്ചാൽ അതിന്റെ അപ്പുറത്തെ വണ്ടി തെറ്റി കേൾക്കണില്ല ഇവിടെ ഗേറ്റ് ഉണ്ടോ ഒരു ചങ്ങല വലിച്ചിട്ടുണ്ടോ വലിച്ചിട്ടുണ്ടല്ലോ വലിച്ചിട്ടൊന്നുമല്ലേ അടുത്ത ലെഫ്റ്റ് ഈ ലെഫ്റ്റിലേക്ക് അതെ അതെ അങ്ങോട്ട് വിട്ടിട്ട് കയറുന്നു ഇങ്ങോട്ടൊക്കെ കയറുന്നത് അന്ന് അവിടെ ഒതുക്കിയാൽ മതി അന്ന് ഒതുക്കിയാൽ മതി ഇവിടെ ഇട്ടാ മതി അന്ന് അവിടെ ഒതുക്കിയാൽ മതി ഇവിടെ വണ്ടി വന്നാ നേരം പറഞ്ഞ അല്ല അതിലേക്ക് കയറ്റാൻ പറ്റില്ല നിൽക്കും പൂവിൻ കനൽ മിന്നലേ
കേൾക്കും അതിന്റെ ഉള്ളില് രാഗാനം ചുര ഇവിടെ കടന്നേ ശരിക്കും ഒതുക്കിട്ടോ വണ്ടി ഞായറാഴ്ച അവധിയല്ലേ അത് നെയ് പിടിക്കാൻ വേണ്ടിട്ടാ പട്ടിക്ക് കൊടുക്കാനാ പട്ടിക്ക് കൊടുക്കാനാ അവൻ നെയ്യ് അതിൽ പിടിച്ചോളൂല്ലോ അത് മതി ആനയൊക്കെ വന്ന് നിൽക്കും. ഇവിടെ വരാറുണ്ടോ? അന്ന് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട് ആനേനെ. ഞങ്ങളെ അന്ന് വന്നപ്പോ ഇവിടെ മുഴുവൻ ഈ കറണ്ടിന്റെ സാധനം പിടിപ്പിച്ചിട്ടേക്ക്. ആ അതിപ്പോ കളഞ്ഞു. അതിന്റെ കുറച്ചുകൂടെ ഉള്ളിക്കടെ കേറിട്ട് നമുക്ക് ഈ കല്ലിന്റെ ഫോട്ടോ എടുത്തല്ലേ എല്ലാവർക്കും? ഇത് ഫോറസ്റ്റ് മുഴുവൻ കടാനുള്ള സ്ഥലമാണ്. അതിപ്പോ ഏക്കറിന് എന്ത് വെച്ച് കൊടുക്കും? ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലങ്ങളാണ്. ഇതൊക്കെ നമ്മള് ഇവിടെ ഇന്ന് പിടിച്ച ഇവിടെ ഇന്നുണ്ടോ? ഇവിടെ നിന്നോണ്ട് പിടിച്ച. അതെ ശരി, അത് ഞങ്ങൾക്ക് ഇട്ടത് ഈ ഏക്കർ ഇന്ന് എടുത്താന്ന് പറയാൻ. അല്ല പിന്നെ എന്റെ നമ്പർ 9497. അല്ല പിന്നെ ഇത് ഏക്കറിന് എന്ത് വില വെച്ച് കൊടുക്കും? കേട്ടാ നമ്മള് വന്നിട്ട് വെറുതെ ആയില്ലെന്ന് പറയാലോ. വീഡിയോ 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 ഉണ്ട്. ഇവിടെ ഇന്ന് ഈ ഒരു ഫോട്ടോ എടുക്കാം. ഈ കല്ല് ആ അത് കൊള്ളാല, നല്ലൊരു ഫോട്ടോ ചെയ്താണല്ലോ. ഇതിന്റെ ആ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് എടുക്കാം. അല്ല ഈ ബാക്ക്ഗ്രൗണ്ട് വേണം, ഈ ബാക്ക്ഗ്രൗണ്ട് വേണം. അല്ലെങ്കിൽ നമ്മള് ഫോട്ടോ ഇട്ട് പോസ് ചെയ്തതിന്റെ ഭംഗി പോകും. അല്ല പോസ്റ്റ് ചെയ്യുന്നില്ല, പോസ്റ്റ് ചെയ്ത് ഞങ്ങള് വേറെ ചർച്ചയില്ല, വളരെ കൂലങ്കഷമായി ചർച്ചയില്ല. അതല്ല, ആ ആന 3 ആനയുണ്ട്. ആ ആന ഇങ്ങോട്ടാണ് വന്നിരുന്നെങ്കിൽ നമ്മുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ആനയും വരില്ല. ഇത് ഒരു ആനയും വരുന്നത് 3 ആന നമ്മള് കണ്ടതിന്റെ ആനെ കുറിച്ച് നമ്മള് സംസാരിക്കും. ഞാനിപ്പോ പറഞ്ഞോളൂ, നീ അനക്കരുത്. അത് കാണാം, അത് കാണാം. ഞാനേ എന്താ ആന വന്നു കഴിഞ്ഞാൽ എല്ലാരും ശ്രദ്ധിക്കണം. ഒരു രക്ഷയില്ല. ഞങ്ങള് സാറിനെ ചോദിച്ചിട്ടേ പോവുള്ളൂ. ഒരാള് അതല്ല ഞാൻ പറഞ്ഞതല്ല. ഇപ്പൊ നമ്മള് കണ്ട ഇപ്പൊ നമ്മള് കണ്ട 3 ആനയില്ലേ, ആ ആന അവിടെ കാട്ടിൽ വന്നിട്ട് അങ്ങോട്ടേക്ക് പോയത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അതിനെ കുറിച്ച് അത് ഇങ്ങോട്ടാണ് വന്നിരുന്നെങ്കിൽ അമ്മയും അച്ഛനും കുഞ്ഞുണോ അങ്ങനെയാണല്ലേ? പേരറിയാമോ മോന്റെ? ആൾക്കാര് നോക്കണേ, ഇതെന്താ അതെ, ആ മോന്റെ പേരറിയാം. അല്ലെന്ന് രണ്ട് കോഴി വന്നിട്ടോ.
രണ്ടു കോഴി വന്നു. ഈ കോഴിയൊക്കെ ഒത്തിരി കാട്ടുകോഴി മൈൽ സ്റ്റോൺ ആവും. ഈ വീഡിയോ ചുമ്മാ കണ്ടത്. അല്ല അതാണ് അന്ന് പുള്ളി നമുക്ക് ക്ലാസ് എടുത്തില്ലേ, അന്ന് ക്ലാസ് എടുത്തില്ലേ, ഒരാൾ ക്ലാസ് എടുത്തല്ലോ ഭൂത്താങ്കെട്ടിന്റെ സംബന്ധിച്ച് 500 കൊടുത്ത്. നീ ഇടയില്ലേ 2018 വെള്ളത്തിന് ഈ വഴി വരെ മുങ്ങി, ഇവിടുത്തെ വീട് വരെ മുങ്ങി. ഇവിടെ ഇറങ്ങണ അല്ലല്ല ആ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ എളുപ്പമുണ്ട്. തൃശ്ശൂർ പറവൂര് എടുത്താൽ അല്ല തൃശ്ശൂർ പിന്നോട്ട് വീണ്ടും വണ്ടിക്കാരൻ പോയി. വണ്ടിക്കാരൻ അപ്പുറത്തേക്ക് അപ്പുറത്തുള്ളവര് ചൂണ്ടിയിടാണ് ചേട്ടാ, അപ്പുറത്തെ ആൾക്കാര്. ഓക്കെ, നമുക്കിനി പാലം ക്രോസ് ചെയ്ത് അങ്ങ് പോവാം എല്ലാം. അപ്പൊ വണ്ടി അവിടെ കിടക്കുന്നത് ഞാൻ നീന്തി വരാം. ആ എന്നാ ശരി, ചാടിക്കോ. അല്ലെ നമ്മള് വാവയിലൊരു ഒരു ചായ പറയണ്ട, അത് കുറയ്ക്കാൻ വേണ്ടിട്ടാ. അല്ല ഒരു വ്യത്യാസം കണ്ടോ? മഴകിലേക്കുണ്ടെങ്കിൽ തുറക്കിട്ടല്ലോ.
फ्रेंडली ना मारी ഞങ്ങളുടെ ഒരു വെളുത്ത എന്റെ ഓർഡർ കൊടുക്കും. അയ്യോ ഇത് ഭയങ്കര കോടയാണല്ലോ. അതല്ല എടുക്കാൻ പറഞ്ഞേ. ഇനി കോട നാളെ കിട്ടൂല. സീനിയർ സിറ്റിസൺ എടാ കിട്ടണ്ടാ, എടുക്കടാ. ഇത് ഭയങ്കര ഫോട്ടോ ആ ഷിൻഡോ ഇല്ലേ, ഷിൻഡോ നല്ല കിടക്കാഞ്ഞല്ലേ ഞാൻ എടുത്തോണ്ട് പറഞ്ഞല്ലോ. ഇത് ആരെയും കൺട്രോളല്ലെന്ന് പറഞ്ഞു.
കയറി വരാനൊരു പണിയാക്കാം. എന്റെ ലോഡ് വട്ടം കയറി ഈ പിള്ളേർ പോയാലൊന്ന് പോയാലോ നമ്മൾ പ്രായം കഴിഞ്ഞാ പിടിച്ചോ പോലെ എന്നില്ലേ വെള്ളത്തിൽ ശക്തി കൂടും. വെള്ളത്തിന് വന്നിടത്തോളം ശക്തി കൂടും.
ഞാൻ ഇറങ്ങിയോളാം. ഇറങ്ങട്ടോ? സാറിനെ എത്തിക്കാനുണ്ട്. ഞാനും നമ്മുടെ നാലുകൂടി അവിടെ ഇങ്ങനെ വാക്കുമായിട്ട് കാല് കാര്യം